അതിസാഹസികമായ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമുണ്ട്. ലോകത്തിന്റെ അറ്റത്തുള്ള ഗ്രാമം സ്വാൽബാർഡ്. ആർട്ടിക് സമുദ്രത്തിന് നടുവിൽ നോർവേയുടെ കേന്ദ്രഭാഗത്ത് നിന്നും 930 കിലോമീറ്റർ വടക്കായി ഉത്തരധ്രുവത്തിന് വെറും 650 കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് സ്വാൽബാർഡ്. മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമം. എന്നാൽ ഇവിടെ ജനനത്തിനും മരണത്തിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ ഈ വിചിത്ര നിയമത്തിന് പിന്നിൽ എന്ന് ചിന്തിക്കുന്നില്ലേ? കാരണം ഇവിടുത്തെ കൊടും തണുപ്പ് തന്നെയാണ്. മാത്രമല്ല, പരിമിതമായ മെഡിക്കൽ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മൃതശരീരങ്ങളിലെ വൈറസുകളും രോഗാണുക്കളും കാലങ്ങളോളം നിലനിൽക്കാൻ കാരണമാകും എന്നതിനാൽ മാരകമായ അസുഖം ബാധിച്ചവരെയും കിടപ്പിലായവരെയും എത്രയും വേഗം ഗ്രാമങ്ങളിൽ നിന്നും പുറത്തെത്തിക്കുന്നു. ഇവരെ നോർവേയിലെ മറ്റ് പ്രധാന നഗരങ്ങളിലെ കേന്ദ്രങ്ങളിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ മരണം സംഭവിക്കാറില്ല. മാത്രമല്ല, അത്യാധുനികമായ മെഡിക്കൽ സൗകര്യങ്ങളൊന്നും ലഭ്യമല്ലാത്തതിനാൽ ഗർഭിണികളെ പ്രസവത്തിന് ആഴ്ചകൾക്ക് മുൻപ് ഇവിടെ നിന്നും നോർവേയിലെ ഓസ്ലോ അല്ലെങ്കിൽ ട്രോംസോയിലേക്ക് മാറ്റണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ജനനം നിരോധിച്ചിരിക്കുന്നതിന് പിന്നിലെ കാരണവും. വൃദ്ധസദനങ്ങളില്ലാത്ത, കുറ്റകൃത്യങ്ങളില്ലാത്ത ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് സ്വാൽബാർഡ്. -43 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില. ജോലി ചെയ്യുന്നവർക്കും പ്രതിരോധശേഷിയുള്ള യുവാക്കൾക്കുമുള്ള നാടാണിത്. മാത്രമല്ല, സ്വന്തം വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്തവർ ഇവിടം വിട്ടുപോകണം എന്ന നിയമവും ഇവിടെയുണ്ട്. ഭാവിയിലേക്കുള്ള കരുതലിന്റെ കാര്യത്തിലും ഈ ഗ്രാമത്തിലുള്ളവർ മുന്നിൽ തന്നെയാണ്. വർഷത്തിൽ പകുതി സമയവും 24 മണിക്കൂറും സൂര്യപ്രകാശമുള്ള ഈ ഗ്രാമത്തിൽ ഭാവിയിലെ എന്തെങ്കിലും ദുരന്തം മൂലം ഭൂമിയിലെ കൃഷി മുഴുവൻ നശിച്ചാൽ ഉപയോഗിക്കുവാനായി വലിയൊരു വിത്തുശേഖരം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സീഡ് വേൾഡ് എന്ന ഈ ശേഖരത്തെ വരും തലമുറയ്ക്കായുള്ള ഇൻഷുറൻസ് പോളിസി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. -18 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ വിത്തുകൾ ശേഖരിച്ചിരിക്കുന്നത്. 74 ഡിഗ്രി മുതൽ 81 ഡിഗ്രി വരെ വടക്ക് അക്ഷാംശത്തിനും 10 ഡിഗ്രി മുതൽ 35 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിനും ഇടയിലാണ് ഈ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 61,022 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഈ പ്രദേശത്തിന്റെ 60% ഭാഗം മഞ്ഞുമൂടി കിടക്കുകയാണ്. ലോങ് എയർബെൻ, ബാരൻസ്ബർഗിലെ റഷ്യൻ സെറ്റിൽമെന്റ്, നെയാലാസുണ്ടിലെ ഗവേഷണ കേന്ദ്രം, സ്വഗ്രൂവിലെ ഖനന പ്രദേശം എന്നീ പ്രദേശങ്ങളിലാണ് ഇവിടെ ജനവാസമുള്ളത്. ഇവിടുത്തെ പരമാവധി താപനില ഉഷ്ണകാലത്ത് 4 ഡിഗ്രി മുതൽ 6 ഡിഗ്രി വരെയും ശൈത്യകാലത്ത് -16 ഡിഗ്രി മുതൽ -12 ഡിഗ്രി വരെയുമാണ്. ഒരു പ്രധാന വിനോദസഞ്ചാരം കൂടിയാണ് നോർവീജിയൻ സർക്കാരിന്റെ ഭരണത്തിന് കീഴിലുള്ള ഈ പ്രദേശം. ഭൂമധ്യരേഖയോടടുത്തുള്ള പ്രദേശങ്ങളെ പോലെ തന്നെ ഋതുക്കളുടെ വകഭേദങ്ങൾ സ്വാൽബാർഡ് പ്രദേശത്തും കടന്നുവരാറുണ്ട്. മെയ് മുതൽ സെപ്റ്റംബർ വരെ പാതിരാ സൂര്യന്റെ കാലമാണിവിടെ. ധ്രുവവേനൽക്കാലം എന്നാണ് ഈ കാലം അറിയപ്പെടുന്നത്. ഒക്ടോബർ അവസാനത്തോടെ സൂര്യൻ പതിയെ വിടവാങ്ങുന്നു. ലോക പ്രശസ്തമായ നോർത്തേൺ ലൈറ്റ്സിന്റെ കാലമാണ് ഫെബ്രുവരി വരെയുള്ളത്. അന്ധകാരത്തിന്റെ മാസങ്ങളായ ഇക്കാലം പോളാർ നൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മാർച്ച് മുതൽ മെയ് വരെയുള്ള സണ്ണി വിന്റർ സമയത്ത് വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. നീലാകാശവും മഞ്ഞുമൂടിയ പർവ്വത ശിഖരങ്ങളും സൂര്യന്റെ ഈ തിരിച്ചുവരവിന് പശ്ചാത്തലമൊരുക്കും. നീലവെളിച്ചം എന്നാണ് ഈ പ്രതിഭാസത്തെ പ്രദേശവാസികൾ വിളിക്കുന്നത്. വിനോദസഞ്ചാരികൾക്കായി നിരവധി സാഹസിക പ്രവർത്തനങ്ങളാണ് ഇവിടെയുള്ളത്. സ്വാൽബാർഡ് ചുറ്റിക്കാണാനും ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിത രീതി മനസ്സിലാക്കാനും അവസരമൊരുക്കുന്ന ടൂർ പ്രോഗ്രാമുകൾ നടത്തുന്ന ഓപ്പറേറ്റർമാരും ഇവിടെ സജ്ജമാണ്. കൂടാതെ സ്കീയിങ്, കയാക്കിംഗ്, ഡോഗ് സ്ലൈഡിംഗ്, സ്നോമൊബൈൽ, ബോട്ടിംഗ്, ബ്രൂവറി സന്ദർശനം, സഫാരി എന്നിവയും മഞ്ഞിലൂടെ ദിവസങ്ങളോളം നീളുന്ന ട്രെക്കിങ്ങുമെല്ലാം ഇവിടെയുണ്ട്. മാത്രമല്ല, സ്വാൽബാർഡിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് ഇവിടെ കാണുന്ന ധ്രുവക്കരടികളാണ്. ഇവിടെ ഏതാണ്ട് 3000 ധ്രുവക്കരടികൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഈ പ്രദേശത്തെ മൊത്തം ജനസംഖ്യയും ഏകദേശം അത്രത്തോളം തന്നെയാണ് എന്നറിയുമ്പോഴാണ് ഈ വസ്തുത കൗതുകകരമാകുന്നത്. ലോകത്ത് തന്നെ ഹിമക്കരടികളുടെ പ്രജനനം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇടങ്ങളിലൊന്നുകൂടിയാണ് സ്വാൽബാർഡ്.